നമസ്കാരം. ഇന്നത്തെ ഓട്ടപ്രദക്ഷിണത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു നമ്മുടെ ഓപ്പറേഷൻ മഹാദേവ്. കഴിഞ്ഞ ദിവസം വരെ ഈ ഓപ്പറേഷൻ മഹാദേവ് എന്ന പേര് നമ്മളാരും കേട്ടുപോലുമില്ല. പക്ഷേ ഓപ്പറേഷൻ മഹാദേവിലൂടെ 3 ഭീകരവാദികളെ, പാകിസ്ഥാൻ ഭീകര തീവ്രവാദികളെ, പഹൽഗാം ഓപ്പറേഷനിൽ നേരിട്ട് പങ്കെടുത്തു എന്ന് പറയപ്പെടുന്ന ഭീകരവാദികളെയാണ് അങ്ങ് യമപുരിയിലേക്ക് അയച്ചത്. അവർക്ക് യമപുരി ഇല്ലായിരിക്കാം, കാലപുരി ഇല്ലായിരിക്കാം, പക്ഷേ ചൂട്ടിച്ചാമ്പലാക്കി കളഞ്ഞു. സമ്പൂർണ്ണ വിജയം. ഇത് ഇന്ത്യൻ സൈന്യം, ഇത് ഇന്ത്യ. പാകിസ്ഥാൻ ഭീകരർ ഇന്ത്യയോട് കളിക്കരുത്, വിവരമറിയും. ഇപ്പോൾ ഈ സുലൈമാൻ ഷാ അഥവാ ഹാഷിം മൂസ എന്ന് പറയുന്ന ഒരുത്തനെയാണ് ഇവിടെ അരിപ്പയാക്കിയിരിക്കുന്നത്. ഓപ്പറേഷൻ മഹാദേവ് എന്ന ഈ ഒരു ഇന്ന് രാവിലെയാണ് ആരംഭിച്ചത്. ഇന്ന് രാവിലെ വിധസ് എന്ന മേഖലയിൽ, കശ്മീരിന്റെ വിധസ് എന്ന മേഖലയിലാണ് ഇവന്മാർ ഒളിച്ചിരിക്കുന്നതായുള്ള, അതായത് അടുത്ത ഓപ്പറേഷൻ വന്നതാണ്, ഇവിടെ അടുത്ത ഭീകരാക്രമണം നടത്താൻ വന്നതാണെന്ന് സംശയിക്കുന്നു. അവന്മാരെയെല്ലാം അരിപ്പയാക്കി, കത്തിച്ച് ചാമ്പലാക്കി സെറ്റാക്കിയിട്ടുണ്ട്. കളിക്കരുത്, ഇത് ഇന്ത്യയാണ്. എന്തായാലും 22 മിനിറ്റിനുള്ളിൽ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ ലക്ഷ്യം കണ്ടു എന്ന് രാജ്നാഥ് സിംഗ്, നമ്മുടെ പ്രതിരോധ മന്ത്രി, പറഞ്ഞതായുള്ള വാർത്തയുമുണ്ട്. 22 മിനിറ്റേ എടുത്തുള്ളൂ, നമുക്കൊന്നും നഷ്ടപ്പെട്ടില്ല. പക്ഷേ 22 മിനിറ്റിനുള്ളിൽ നമ്മൾ പരിപാടി തീർത്തു. ഇന്ന് ഈ ഓപ്പറേഷൻ മഹാദേവും ഏതാണ്ട് അങ്ങനെ തന്നെയായിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ സെറ്റ് ചെയ്ത് കൈക്കൊടുത്തു. ഇന്ത്യയോട് കളിക്കരുത്, കളിച്ചാൽ വിവരമറിയും. പാകിസ്ഥാൻ ഭീകരവാദികൾ ഒക്കെ തന്നെ ഇനി പലതും അറിയാനിരിക്കുന്നതേ ഉള്ളൂ. എന്തൊക്കെയായാലും ഹനുമാൻ ലങ്കയിൽ നടത്തിയ പരിപാടി പോലെയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഹനുമാൻ ലങ്കയിൽ ചാടി അങ്ങോട്ട് കയറി കാണിക്കാൻ പറ്റുന്ന ശോഭകേടൊക്കെ കാണിച്ച് സെറ്റാക്കി കയ്യിൽ കൊടുത്തു. അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറും സെറ്റാക്കി കൈ കൊടുത്തു. ഇന്നിപ്പം ഈ പെഹൽഗാം ആക്രമണത്തിൽ നേരിട്ട് പങ്കുണ്ട് എന്ന് പറയപ്പെടുന്ന ഭീകരന്മാരാണ് അരിപ്പയായിരിക്കുന്നത്. വളരെ സന്തോഷം. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാർത്തകളാണ് മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ ധർമ്മസ്ഥലയിലെ വിഷയവുമായി ബന്ധപ്പെട്ടും പലതരത്തിൽ വാർത്തകൾ നൽകുന്നുണ്ട്. പക്ഷേ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് പല മാധ്യമങ്ങളും വാർത്തകൾ നൽകുന്നത് എന്നാണ് ഈ വാർത്തകളൊക്കെ കണ്ടപ്പോൾ തോന്നുന്നത്. കാരണം ഒരു പ്രശ്നമുണ്ടായാൽ അത് ഒരു കേസാണെങ്കിൽ, ഒരു ക്രിമിനൽ കേസാണെങ്കിൽ അത് തീർച്ചയായിട്ടും നടപടി എടുക്കില്ലേ. ഞാൻ തെറ്റുകാരനല്ല എന്ന് ഞാൻ പറഞ്ഞാൽ പോരല്ലോ. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്കൂടെ തോന്നണ്ടേ, ഇന്ത്യൻ ഭരണഘടനാ പ്രകാരമുള്ള നീതിന്യായ സംവിധാനത്തിലൂടെ തോന്നണ്ടേ. ഞാനിപ്പം മോഷണം നടത്തി, ആരുടെയെങ്കിലും പിടിച്ചു പറിച്ചു, അല്ലെങ്കിൽ ആരെങ്കിലും തല്ലി, ഞാൻ എന്റെ സൗകര്യത്തിന് ഞാൻ തല്ലിയതാണ്, പക്ഷെ ഞാൻ ചെയ്തത് തെറ്റല്ല എന്ന് ഞാൻ പറഞ്ഞാൽ കാര്യമില്ലല്ലോ. അത് തെറ്റാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം, പൊതുസമൂഹത്തിനും അറിയാം. അതനുസരിച്ചുള്ള നടപടി ഛത്തീസ്ഗഡിൽ സ്വീകരിക്കും. അതിനകത്ത് മതവും ജാതിയും ഒക്കെ കലർത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർക്കും മാധ്യമങ്ങൾക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ നടപടി കൃത്യമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ ധർമ്മസ്ഥലയിലും പലതരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ നടക്കുന്നുണ്ട്. നേരത്തെ ശിരൂരിൽ അർജുന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചില കളികളൊക്കെ കളിച്ച് മനാഫ് എന്ന് പറയുന്ന വ്യക്തി മലപ്പുറത്ത് നിന്ന് അവിടെ ചെന്ന് ചില പരിപാടികളൊക്കെ നടത്തുന്നുണ്ട് എന്ന് കേട്ടു. നമുക്കതിന്റെ വിശദാംശങ്ങൾ കിട്ടി. ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. FIR കോപ്പി സഹിതം നമ്മൾ അതിന്റെ വിശദാംശങ്ങൾ പ്രേക്ഷകർക്ക് നൽകുന്നതായിരിക്കും എന്നുള്ളതാണ്. കൂടത്തായി ജോളി വീണ്ടും ചർച്ചകളിൽ നിറയുന്നു. കടലക്കരയിൽ സൈനൈഡ് കൊടുത്താണ് റോയ് തോമസിനെ കൊന്നത് എന്നുള്ള പുതിയ ഒരു വെളിപ്പെടുത്തൽ. പുതിയതല്ല, നേരത്തെ ഉള്ള വെളിപ്പെടുത്തലാണ്. അതിന് കൃത്യമായ ശാസ്ത്രീയ തെളിവുകൾ സഹിതം ഫോറൻസിക് സർജനും അതുപോലെ പരിശോധിച്ച ഡോക്ടറും അടക്കം കോടതിയിൽ മൊഴി നൽകിയിരിക്കുന്നു. സൈനൈഡ് കടലക്കറിയിൽ കലർത്തി റോയ് തോമസിനെ കൊല്ലുകയായിരുന്നു. ഇതുപോലെ കടലക്കറിയിലും അതുപോലെ വറുത്തരച്ച പുളിങ്കറിയിലും ഇറച്ചിക്കറിയിലും മീൻകറിയിലും ഒക്കെ സൈനൈഡും മറ്റു കാര്യങ്ങളും ഒക്കെ കലർത്തി എത്ര പേരെ കൊന്നിട്ടുണ്ട് എന്നതിനെ കുറിച്ചാണ്. ഇതാണ് കേസ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അതിന്റെ പരിശോധനകളും കാര്യങ്ങളും അന്വേഷണവും ഒക്കെ നടക്കും എന്നാണ് മനസ്സിലാകുന്നത്. കടലക്കറിയിൽ സൈനൈഡ് കലർത്തി കഴിഞ്ഞാൽ രുചി വ്യത്യാസം വരുമോ എന്നൊന്നും നമുക്ക് പരീക്ഷിച്ച് നോക്കാൻ പറ്റില്ലല്ലോ. ഓട്ടപ്രദക്ഷിണത്തിന്റെ ഓട്ടം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. അതായത് പ്രധാനപ്പെട്ട വാർത്തകളാണ് ഓട്ടപ്രദക്ഷിണത്തിലൂടെ ഒന്ന് വിശദീകരിച്ചത്, ചെറുതായിട്ട് വിശദീകരിച്ചത്. അപ്പം ഓട്ടപ്രദക്ഷിണവുമായി നാളെ ഓടിയെത്താം. നന്ദി, നമസ്കാരം. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും
ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.